ഇത് അടുപ്പ് തുറന്നപ്പോഴേ തന്നെ ഇതിൻ്റെ അകത്തുനിന്ന് പച്ച വെളിച്ചെണ്ണയുടെയും അതുപോലെ തേങ്ങാപ്പാലിൻ്റെയും ഒക്കെ ചേർന്നുള്ള നല്ല മണം വരുന്നുണ്ട്. നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ഇത് കണ്ടല്ലോ, അതെ മീനൊക്കെ നന്നായിട്ട് വെന്തായിരിക്കുന്നത്. ഏത് മീൻ കൊണ്ട് ഇങ്ങനെ ചെയ്യാം. പക്ഷേ ആഗോലിക്ക് ഒരു പ്രത്യേക രുചിയുണ്ടല്ലോ. മുള്ളും കുറവാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മീനാണല്ലോ ആഗോലി. നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് 2 ആഗോലി മീനാണ് എടുത്തിരിക്കുന്നത്. കണ്ടോ, ഇതിൻ്റെ 2 മീനും നടുക്ക് ഇങ്ങനെ പിളർന്നിട്ട് ഒരു വശം ഇതുപോലെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതും അങ്ങനെ തന്നെയാണ്. 2 പഴുത്ത തക്കാളി, 3 ഇടത്തരം സവാള, 4 പച്ചമുളക്. ഇത് ഒത്തിരി എരിവുള്ളതല്ല. ഒരു കഷ്ണം ഇഞ്ചി, ഒരു 10-12 വെളുത്തുള്ളി അല്ലി. ഇത് ചെറുതായതുകൊണ്ടാണ് ഇത്ര എടുത്തിരിക്കുന്നത്. ഇത് 5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്, 1/2 കപ്പ് തേങ്ങാപ്പാൽ. ഇത് നല്ല കുറുകിയ പാലാണ്. 1 കപ്പ് തേങ്ങയിൽ നിന്നെടുത്ത് 1/2 കപ്പ് തേങ്ങാപ്പാൽ, ഉപ്പ്, വിനാഗിരി, വെളിച്ചെണ്ണ, കറിവേപ്പില. തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ആദ്യമേ മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് ഒരു പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 2 നുള്ളി ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ, വിനാഗിരിയോ നാരങ്ങാനീരോ ചേർക്കാം. ഒരു ടീസ്പൂൺ വിനാഗിരി. ഇതിലേക്ക് വെള്ളത്തിന് പകരം ഞാൻ തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. ഓരോ മീനും എടുത്ത് ഇതുപോലെ ഇങ്ങനെ ഈ വരഞ്ഞ് വെച്ചിരിക്കുന്ന ഈ വശം മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇതുപോലെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അതുപോലെ ഇതിൻ്റെ മേൽഭാഗവും. ഇതിൻ്റെ അകവശത്ത് ഫില്ലിങ് വരാനുള്ളതാണ്, അതുകൊണ്ടാണ് ഇതിൻ്റെ അകവശത്ത് മാരിനേറ്റ് ചെയ്യാത്തത്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ആദ്യമേ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി മൂത്ത മണം വന്നു. ഒത്തിരി അങ്ങോട്ട് മൂത്ത് പോയിട്ടില്ല. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർക്കാം. ഉപ്പ് ചേർക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. പച്ചച്ചവ നന്നായിട്ട് മാറി കിട്ടണം. അതുപോലെ മൂത്ത് വരണം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് അതിലേക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കുരുമുളക് പൊടി. കുരുമുളക് പൊടി ഞാൻ ഒരിച്ചിരി മാറ്റി വെക്കുവാണ്. മല്ലിപ്പൊടി, മുളക് പൊടി അല്പം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് തീ കുറച്ച് വെച്ച് തന്നെ ഒന്ന് വഴറ്റി ഇതിൻ്റെ പച്ചച്ചവ മാറി കിട്ടണം.
പൊടികളൊന്ന് വഴന്ന് വരണം. അപ്പം പൊടികളെല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിപ്പഴം ചേർക്കാം. ഇതിൻ്റെ കൂടെ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ വെച്ചെടുക്കാം. ഈ തക്കാളിപ്പഴം ഒന്ന് വെന്ത് കുഴഞ്ഞു വരണം. ഇതൊന്ന് ഒരു 2 മിനിറ്റിനേക്ക് തീ കുറച്ച് തന്നെ മൂടി വെക്കാം. ഇനി ഒന്നും നോക്കാതെ തക്കാളിപ്പഴമൊക്കെ വെന്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 20 മിനിറ്റായി. ഇനി നമുക്കിത് പൊളിച്ചെടുക്കാം. ഞാനിത് വാഴയിലയിലാണ് പൊളിച്ചെടുക്കുന്നത്. ഇത് വാട്ടിയ വാഴയിലയാണ്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഫില്ലിങ് വെക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു മീൻ എടുത്ത് വെക്കാം. ഇനി അതിൻ്റെ ഈ നടുഭാഗത്ത് ഫില്ലിങ് വെച്ച് കൊടുക്കണം. അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ, നല്ല കട്ടി തേങ്ങാപ്പാലാണ്. ഈ ഭാഗം കൊണ്ട് ഇങ്ങനെ മൂടി വെക്കണം. ഒരല്പം ഫില്ലിങ്ങിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ചുരുട്ടിയെടുക്കണം ഇതുപോലെ. ഇതിപ്പം വലിയ ഇലയായതുകൊണ്ട് കെട്ടുന്നൊന്നുമില്ല. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ഇല ഞാൻ കെട്ടുന്നില്ല, ഇങ്ങനെ തിരിച്ചാണ് ഈ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇത് ഏകദേശം ഒരു 15 മിനിറ്റെങ്കിലും വേണ്ടി വരും. തിരിച്ച് മറിച്ചുവിട്ട് വേവിച്ചെടുക്കണം. തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. നമുക്ക് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റോളമായി നമുക്കിതൊന്ന് നോക്കാം. ഇത് നമുക്കൊന്ന് മറിച്ച് ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കാം. വീണ്ടും ഒരു 8-10 മിനിറ്റോളം വീണ്ടും ചെറുതീയിൽ തന്നെ വെച്ച് കൊടുക്കണം. ഇപ്പം വീണ്ടും ഒരു 10 മിനിറ്റും കൂടെ ആയിട്ടുണ്ട്. ഇനി ഒന്ന് നോക്കാം. ഇത് അടുപ്പ് തുറന്നപ്പോഴേ തന്നെ ഇതിൻ്റെ അകത്തുനിന്ന് പച്ച വെളിച്ചെണ്ണയുടെയും അതുപോലെ തേങ്ങാപ്പാലിൻ്റെയും ഒക്കെ ചേർന്നുള്ള നല്ല മണം വരുന്നുണ്ട്. നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, മീനൊക്കെ നന്നായിട്ട് വെന്തായിരിക്കുന്നത്. ഇപ്പം ഈ മീൻ പൊളിച്ചത് നിങ്ങൾ കണ്ടല്ലോ. ഒരു ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ചെറിയ ഫംഗ്ഷനോ ഒക്കെ നടത്തുമ്പം ഇതുപോലെ ഒരു പുതുമയുള്ള ഒരു മീൻ പൊളിച്ചത് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പം നിങ്ങളായിരിക്കും ആ വീട്ടിലെ താരം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ നല്ല ടേസ്റ്റുള്ള ഒരു മീനാണ്. ഏത് മീൻ കൊണ്ട് ഇങ്ങനെ ചെയ്യാം. പക്ഷേ ആഗോലിക്ക് ഒരു പ്രത്യേക രുചിയുണ്ടല്ലോ. മുള്ളും കുറവാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മീനാണല്ലോ ആഗോലി. നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.